ഖലിസ്ഥാൻ ഭീകരവാദികൾ ഇന്ത്യക്ക് പുറത്ത് കടന്ന് അഴിഞ്ഞാടുകയാണ്. പ്രത്യേകിച്ച് കാനഡ, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ അജ്ഞാതൻ്റെ കൈക്ക് പണിയുണ്ടാക്കാനായി ഖലിസ്ഥാനികൾ അവിടെ കിടന്ന് അഴിഞ്ഞാടുന്നുണ്ടെങ്കിലും പാകിസ്ഥാനെ പോലെ അജ്ഞാതന്മാർക്ക് വളരെയധികം പെട്ടെന്ന് കയറി വിളയാടാൻ പറ്റിയൊരു രാജ്യമല്ല അമേരിക്കയൊന്നും. അതുകൊണ്ട് തന്നെ നയതന്ത്രപരമായിട്ടുള്ള നീക്കങ്ങളാണ് ഇന്ത്യ ഇവരെ നാടുകടത്താനായി ഉപയോഗിക്കുന്നത്. അത്തരത്തിലൊരു സംഭവമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇന്ത്യയുടെ ഒരു വമ്പൻ നയതന്ത്ര വിജയമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഖലിസ്ഥാനി തീവ്രവാദിയായിട്ടുള്ള ഹാപ്പി പാസിയയെ അമേരിക്കയിൽ നിന്ന് നാട് കടത്താനുള്ള ഒരു തീരുമാനം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. ഭീകരതയ്ക്കെതിരായ യുദ്ധത്തിൽ ഇന്ത്യക്ക് മറ്റൊരു വലിയ ലഭിച്ചിരിക്കുന്നു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഈ വാർത്തയെ റിപ്പോർട്ട് ചെയ്യുന്നത്. പാസിയയെ ഉടൻ തന്നെ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് കൈമാറും എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. ഇതിനെക്കുറിച്ച് ഔദ്യോഗികമായി ഒന്നും തന്നെ ഇപ്പോൾ ഇരു രാജ്യങ്ങളും സംസാരിച്ചിട്ടില്ല. അടുത്തിടെ മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ തഹാവൂർ റാണ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിരുന്നു. അവിടെ അന്വേഷണ ഏജൻസികൾ ഇയാളെ തുടർച്ചയായി ചോദ്യം ചെയ്തു വരികയാണ്. റാണ NIAക്ക് മുന്നിൽ നിരവധി ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ട്. കൂടാതെ ചോദ്യം ചെയ്യലിൽ അതെ, ഞാൻ പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഏജന്റ് ആയിരുന്നുവെന്നും ഗൾഫ് യുദ്ധകാലത്ത് സൗദി അറേബ്യയിലേക്ക് തന്നെ അയച്ചിരുന്നുവെന്നും ഈ തഹാവൂർ റാണ സമ്മതിച്ചിരുന്നു. പാസിയയെ ഉടനെ തന്നെ സുരക്ഷാ സംവിധാനത്തിൽ ഡൽഹി വിമാനത്താവളത്തിലേക്ക് കൊണ്ടുവരുമെന്ന് കേന്ദ്ര സുരക്ഷാ ഏജൻസി സ്ഥിരീകരിച്ചതായി റിപ്പോർട്ട് പറയുന്നു. ഇനി ആരാണ് ഈ ഹാപ്പി പാസിയ എന്ന് അറിയാത്ത പ്രേക്ഷകർക്കായി അജ്നാലയിലെ പാസിയ ഗ്രാമത്തിൽ താമസിക്കുന്ന ജഗ്ഗു ഭഗവാൻപുരിയ US ആസ്ഥാനമായുള്ള കൂട്ടാളികളായിട്ടുള്ള ധർമ്മൻ കഹ്ലോൺ, അമൃത് ബാൽ എന്നിവരോടൊപ്പമാണ് ഹർപ്രീത് സിംഗ് എന്ന ഹാപ്പി പാസിയ കുറ്റകൃത്യങ്ങളുടെ ലോകത്തേക്ക് കടക്കുന്നത്. അമൃത്സർ ജില്ലയിൽ താമസിക്കുന്ന പാസിയ 2018 ഏപ്രിലിൽ ദുബായിലേക്ക് പോയി. 2019 ഫെബ്രുവരിയിൽ ഇന്ത്യയിലേക്ക് മടങ്ങി. 2020 ഒക്ടോബറിൽ ലണ്ടനിലേക്ക് പോയി. തുടർന്ന് US പോയി. 2023 സെപ്റ്റംബറിനും ഒക്ടോബറിനും ഇടയിൽ പാസിയ റിൻഡയോടൊപ്പം പഞ്ചാബിൽ കൊള്ളയടിക്കലും തീവ്രവാദ പ്രവർത്തനങ്ങളും നടത്തിയതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. മദ്യക്കരാറുകാരെയും വ്യാപാരികളെയും ലക്ഷ്യമിട്ട് ഭയം സൃഷ്ടിക്കുകയും പണം തട്ടുന്നതുമായി ഭീഷണിപ്പെടുത്തി ഫോൺ കോളുകൾ വിളിക്കുകയും ചെയ്തതായി വൃത്തങ്ങൾ പറയുന്നു. മറുവശത്ത് ബട്ടാലയിലും അമൃത്സറിലും മദ്യശാലകൾക്ക് തീവയ്ക്കൽ, വെടിവെപ്പ് തുടങ്ങിയ സംഭവങ്ങൾ ഇയാൾ നടത്തിയിരുന്നു. പാകിസ്ഥാനിൽ താമസിക്കുന്ന ഭീകരൻ ഹർവീന്ദർ റിൻഡയുമായി ബന്ധപ്പെട്ട ശേഷമാണ് പാസിയ ISIയുടെ ഒരു പ്രധാന ഏജന്റായി മാറിയത്. പാസിയയുടെ നിർദ്ദേശപ്രകാരം പഞ്ചാബിലെ തീവ്രവാദ മൊഡ്യൂളുകൾ വ്യത്യസ്ത ഭീകരാക്രമണങ്ങൾ നടത്തിയിരുന്നു. 2024 സെപ്റ്റംബറിന് ശേഷം സംസ്ഥാനത്തെ മിക്ക ഭീകരാക്രമണങ്ങളിലും പാസിയ നേരിട്ട് പങ്കാളിയാണ്. അമേരിക്കയിൽ താമസിച്ചുകൊണ്ട് ഇയാൾ തീവ്രവാദ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ കണ്ടെത്തൽ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.